അയാൾ ശരിവെക്കുന്നു. വേറൊരാൾ പറയുന്നു, ഞാനൊരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്, ഗ്രഹനിലയെ പറ്റി നോക്കുന്നു, ജാതകം പരിശോധിക്കുന്നു. എന്നിട്ട് ജ്യോതിഷി പറയുന്നു, എവിടെയാ ഇത് നടക്കുന്നതെന്ന് അറിയണം. ഇസ്ലാമിക രാജ്യമായ ജോർദാനിലെ പോലും അവസ്ഥ ഇങ്ങനെയാണ്. ജ്യോതിഷി പറയുന്നു, ആ കച്ചവടം നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾ ആ പൈസ മടക്കി വാങ്ങണം, അഡ്വാൻസ് തിരിച്ചു വാങ്ങണം, നല്ലതല്ല. വേറൊരാൾ തൻ്റെ മകളുടെ വിവാഹത്തെ പറ്റി പറയുന്നു. അപ്പോൾ ജ്യോത്സ്യൻ പറയുന്നു, നിങ്ങൾക്ക് മകളുടെ ഗ്രഹനില ശരിയല്ല, ഇപ്പോൾ നെപ്റ്റ്യൂൺ നേരെയല്ല, ജൂപ്പിറ്ററിന്റെ ഗ്രഹനില നിങ്ങൾക്ക് ശരിയായ വിധത്തിലല്ല, അതുകൊണ്ട് ഈ ഞാറ്റുവേളയിൽ നിങ്ങൾ മകളെ കെട്ടിച്ചാൽ മകൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എവിടെയാണിത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിയത്തിന്റെ പ്രദേശം എന്ന് പറയുന്ന ലോകത്തെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രാജ്യമായ ജോർദാനിൽ പോലും അവിടുത്തെ ടെലിവിഷനാണ്, സർക്കാരിന്റെ ടെലിവിഷൻ പോലും ഇത് സംപ്രേഷണം ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമായ അൽ മുസ്ലിമും പത്രം ഒരിക്കൽ പറയുകയുണ്ടായി, പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യമായ മൊറോക്കോവിൽ 16,000 കൈനോട്ടക്കാരുണ്ട്. മൊറോക്കോവിൽ മാത്രം. അൽ മഗ്രിബ് എന്ന പേരിലുള്ള മൊറോക്കോ ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മൊറോക്കോ നിങ്ങൾക്കറിയാമല്ലോ, ടുണീഷ്യ, മഗ്രിബ് ഒക്കെ എല്ലാവർക്കും അറിയാം. ലോകത്തെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യമായ മൊറോക്കോവിൽ 16,000 കൈനോട്ടക്കാർ. നിങ്ങൾ ആലോചിക്കണം. എൻ്റെ ഭാഗ്യമറിയാനുള്ള താല്പര്യം ഇപ്പോഴും ഞാൻ പറയട്ടെ, ഒരു വിഷയം ഉത്സവത്തിനൊക്കെ പോയാലും പോയില്ലെങ്കിലും ഏതെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും അങ്ങാടിയുടെ പരിസരത്ത് ഒരാൾ കയ്യിൻ്റെ രേഖാചിത്രവും ഉണ്ടാക്കി ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആരാ ഇവിടെ കൂടുതലും ആശ്രയിക്കുന്നത്? മുസ്ലിം പെണ്ണുങ്ങൾ. എല്ലാ മുസ്ലിം വീടുകളിലൊക്കെ ഇത് സുലഭമല്ലേ? ഇതൊക്കെ നിത്യമല്ലേ? ഇല്ലേ ഈ നാട്ടിൽ? നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഇല്ലേ? തത്തയെയും പിടിച്ചിട്ട് കൈനോട്ട നോക്കാൻ വേണ്ടി നടക്കുന്ന കൈനോട്ടക്കാർ. അതൊക്കെ ശുഅബത്തും മിനസ് സിഹ്റാൻ. ഇതൊക്കെ സിഹറിന്റെ ഭാഗമാണ്. ആരും സംശയിക്കണ്ട. അതൊക്കെ ഇസ്ലാമിയത്തിൽ നിന്ന് ശിർക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ചിലപ്പോ 1-2 വാക്ക് അവര് പറഞ്ഞത് ശരിയായെന്നിരിക്കാം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഉറക്കം കൊണ്ട് പോകണം, നല്ലോണം ചിന്തിക്കണം. ഇത് തമാശയല്ല, ഇതൊരു പഠനമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ വഹദാനിയത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. നീ നിന്റെ കരുണ ഞങ്ങളുടെ ഈ സദസ്സിൻ്റെ മേലും ചൊരിഞ്ഞു തരണമേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദോഷം പൊറുക്കണമേ അല്ലാഹ്. നിന്റെ വഹദത്ത്, നിന്റെ തൗഹീദ് ഞങ്ങളെ ഖൽബിൽ ഉറപ്പിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ കാലഘട്ടത്തോട് ഏറ്റവും യോജിച്ച ഒരു സദസ്സായി ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണമേ അല്ലാഹ്. ഇത് ഹബീബിന്റെ മദീനത്തുൻ നബവിയെ പോലെ, മസ്ജിദുൻ നബവിയെ പോലെ പ്രൗഢവും ഉജ്ജ്വലവും ദീപ്തവുമാകണമേ തമ്പുരാനെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലുശ് ശയാത്തീൻ, തനസ്സലു അലാ കുല്ലി അഫ്ഫാകിൻ അസീം, യുൽഖൂന അസ്സമഅ വഅക്തറുഹും കാദിബൂൻ. നല്ല പ്രധാനപ്പെട്ട ആയത്ത സൂറത്തു ശുഅറാഇന്റെ 221, 222, 223 ആയത്തുകൾ ചിന്തിക്കണം. വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നവരൊക്കെ എഴുതി വെക്കണം, മനസ്സിലാക്കണം. ഖുൽ ഹൽ ഉനബ്ബിഉകും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാ മൻ തനസ്സലു ശയാത്തീൻ, ആരമേലാണ് പിശാചുക്കൾ ഇറങ്ങി വരുന്നത്. പിശാചുക്കളാണ് ഈ ജ്യോത്സ്യന്മാർക്ക് കാര്യം ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ അതിൽ ഒരു സത്യമുണ്ടാകാം. എന്തിനു വേണ്ടി? 99 കളവിനെ
99 കളവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സത്യമൊക്കെ ഇടയിൽ കയറാ. ഏറിയ കൂറും അബദ്ധം, 99% അബദ്ധത്തിന്റെ ഇടയിൽ ഒരു സുബദ്ധം കൊടുക്കും. എന്തിനു വേണ്ടി? പിശാചുക്കൾ ചില സത്യവും കുറെ അസത്യവും ഇട്ടുകൊടുക്കും. അതിങ്ങനെ വെളിച്ചപ്പാടായി ഒന്നിരിക്കൽ അവർ കവറിനുള്ളിച്ച് പറയും. എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് 5 വഖത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം. തിന്മ ചെയ്യുന്ന, കളവ് പറയുന്ന ജ്യോത്സ്യന്മാരുടെ മേർക്ക് പിശാചുക്കൾ ഇറങ്ങി വരും. എന്നിട്ട് യുൽഖൂന സമഅ, ഇവരുടെ ചെവിയിൽ എന്തെങ്കിലും ഇട്ടുകൊടുക്കും. വഅക്തറഹും കാദിബൂൻ, അവരെന്തെങ്കിലും നുണ കൂട്ടി പറയുകയും ചെയ്യും. ഇതാണ് ജ്യോതിഷമെന്ന് വിശുദ്ധ ഖുർആൻ. 100ൽ 1 ശരി ഉണ്ടാവും, 99 അബദ്ധമാവും. എന്നിട്ട് മനുഷ്യൻ അതിന്റെ പിന്നാലെ കൂടുന്നു. ആകാശത്ത് നടക്കുന്ന ഗൈബിന്റെ വിജ്ഞാനങ്ങളിൽ നിന്ന് മോഷണം നടത്തും. പിശാചുക്കൾ മോഷണം നടത്തും. ഒരു 100 നുണയെങ്കിലും അതിലേക്ക് ചേർക്കുകയും പിശാചുക്കൾ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നേർക്കത് ഇട്ടുകൊടുക്കുകയും ചെയ്യും. മിനൽ ഇൻസി, മനുഷ്യന്മാരിൽ അവരെ ആരാധിക്കുന്നവർക്ക് അത് ഇട്ടുകൊടുക്കും. ഫയുഹദ്ദിസൂന ബിഹാ, അങ്ങനെ അവർ വലിയ അത്ഭുതങ്ങൾ വിളിച്ചു പറയും. ഫയുസദ്ദിഖുഹുമുന്നാസു, ജനങ്ങൾ അവർ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കും. ഒരു വാക്കെങ്കിലും സത്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ വാക്ക് മുഴുവനും സത്യമാണെന്ന് മനസ്സിലാക്കും. റളിയല്ലാഹു അൻഹാ ഖാലത് സഅല ഉനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ഹബീബായ നബിയോട്, ശ്രദ്ധിക്കണം, സ്വഹീഹുൽ ബുഖാരി, ശ്രദ്ധിക്കണം, നീട്ടി പറയില്ല. ഷാർപ്പ് 12 മണിക്ക് നമുക്ക് പിരിഞ്ഞു പോവാ. ഷാർപ്പ് പോരെ, 12 മണിക്ക് നമ്മൾ പിരിഞ്ഞു പോകും. വലിയ ഒരു വിഷയമാണ്, ഒരുപാട് പറയാണ്ട് ഞാൻ ചുരുക്കിയതാണ്. ഈ വിഷയത്തിന്റെ പകുതി മാത്രം പറയാണ്. പിന്നൊരിക്കൽ ബാക്കി അടുത്ത കൊല്ലം അതിന്റെ ബാക്കി ഭാഗം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശിർക്ക് ഒരുപാട് ഭാഗമുണ്ട്. ഇനി പകുതി മാത്രം ഇതിലേക്ക് ഞാൻ തൊട്ട് നോക്കിയെന്ന് മാത്രം. വിശ്വാസികൾ ചിന്തിക്കണം. ഹബീബായ നബി പറഞ്ഞു, അനായിഷ റളിയല്ലാഹു അൻഹാ സ്വഹീഹുൽ ബുഖാരി ഖാലത് സഅന ഉനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ഹബീബായ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് അനിൽ കുഖാനി, ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചു. ഫഖാല ലഹും റസൂലുള്ളാഹ്, അപ്പോൾ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈഇൻ, അവരൊന്നുമല്ല. ഒരു ജ്യോത്സ്യനെയും പേടിക്കണ്ട, ഒന്നുമല്ല. കുറത്തിമലയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങളെ നിലമ്പൂരുകാർ മുഴുവനും കുറത്തിമലയെ പേടിക്കും. കുറത്തിമലയിൽ ഒരാളുണ്ട്, കച്ചവടക്കാരൊക്കെ നേർച്ചയാക്കും. കുറത്തിമലയിൽ ഉത്സവമുണ്ടാകുന്ന എൻ്റെ വക ആനച്ചലവൊന്ന്. നിലമ്പൂരുകാരുണ്ട്. നിലമ്പൂരുകാർ മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 5ആകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ